നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് ഈ ഒരു സീസണിൽ ധാരാളം പേഷ്യൻസ് എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ പല സിവിയർ പ്രൊസീജിയറുകളും നടന്നിട്ടുണ്ട്. കാരണം വെക്കേഷനായി കുട്ടികളൊക്കെ സ്വസ്ഥമാകുന്ന സമയത്താണ് പലപ്പോഴും കാലങ്ങളായി കാത്തിരുന്നൊരു സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ പല മനുഷ്യരും മുതിർന്നവർ എത്തുന്നത്. സോ അവരുടെയൊക്കെ ആഫ്റ്റർ സർജറി ഒരു റീവിസിറ്റ് കൺസൾട്ടേഷനും ഈ ഒരു പനിയുടെ തിരക്കും ഈ പകർച്ചവ്യാധികളുടെ ഇടയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാറുണ്ട്. അവർ കുറച്ചധികം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട പേഷ്യൻസുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും, ഇതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന്. നമുക്കിന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഗ്രേപ്സ് ഐഡിയമാരിലേക്ക് സ്വാഗതം. നമുക്ക് ഗ്രേപ്സിൽ ടെലിമെഡിസിൻ ഫെസിലിറ്റി വർഷങ്ങളായിട്ട് തന്നെയുണ്ട്. സ്വാഭാവികമായും നമ്മൾ അത് അധികം അങ്ങനെ ഉപയോഗിച്ച് കാണുന്നില്ല ഹോസ്പിറ്റലുകളിൽ. പാൻഡമിക്സ് ടൈമിൽ നമുക്ക് ഒരു ദിവസം തന്നെ വളരെ അധികം കൺസൾട്ടേഷൻസ് ടെലിമെഡിസിനിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന രീതിയിൽ സംഭവിച്ചിരുന്നു. ആ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം അധികം അത് യൂസ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ അത്തരത്തിലൊരു ചെറിയൊരു സെറ്റിങ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. സോ നമുക്ക് ഇപ്പോൾ അത്യധികം തീവ്രമായ മഴ എത്തിപ്പെട്ട സാഹചര്യത്തിൽ ടു മച്ച് സിക്കായിട്ടുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ കൺസൾട്ടേഷൻ ചെയ്യുന്നതിന് നമ്മുടെ ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. ഈ ഫീച്ചർ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേപ്സിലേക്ക് സാധാരണ ഒരു റിക്വസ്റ്റ് അയച്ചാൽ ഗ്രേപ്സ് നമ്മുടെ സെർവറും നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ബാൻഡ് വിഡ്ത്തും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ടെക്നീഷ്യൻസ് ഈ ടെലിമെഡിസിൻ ഫെസിലിറ്റി എനേബിൾ ചെയ്യാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ടെലിമെഡിസിൻ എനേബിൾ ചെയ്യുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിക്കാം. ഒരു 2-3 ഡേയ്സിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ടെലിമെഡിസിൻ സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷനും ജി ഹെൽത്ത് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ കൂടെയുള്ള ഓൺലൈൻ അപ്പോയിൻമെൻറ്റ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഗ്രേപ്സ് ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലെ ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആൾവേസ് നമ്മുടെ ഹോസ്പിറ്റലുകളുടെ ഒപ്പമുണ്ട്.